കഴിഞ്ഞ ക്ലാസ്സിൽ എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഫ്രം ദ ഫോറസ്റ്റ്, ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺ ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്സേ. അതൊരു വന്ദന ശിവയുടെ എസ്സേ ആണ്. ഒരു എക്കോളജിക്കൽ ജേർണിയാണെന്ന് പറഞ്ഞു, ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അവർ നടത്തുന്ന, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ പരിസ്ഥിതി എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ പ്രകൃതിനെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയുള്ള ഒരു എസ്സേ ആണിത്. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിപ്കോ മൂവ്മെൻറ്റൊക്കെ ആയിരുന്നു ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ റീജിയനിലൊക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാനായിട്ട് ആളുകൾ വന്നപ്പോൾ അതൊരിക്കലും വെട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരങ്ങളെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് നിന്ന് അവിടുത്തെ വിമൻ നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ചിപ്കോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ചിപ്കോ മൂവ്മെൻറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഇവിടെ സ്ത്രീകൾ ഇങ്ങനെ ചിപ്കോ മൂവ്മെൻറ്റിന് ഇങ്ങനെ മരത്തെ വട്ടം പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷൻ ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. ബിയോണ്ട് മോണോകൾച്ചേഴ്സ് തൊട്ടാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. നോക്കാം. ഫ്രം ഹെഡിങ് ബിയോണ്ട് മോണോകൾച്ചേഴ്സ്. ഫ്രം ചിപ്കോ എന്ന് പറഞ്ഞാൽ ഫ്രം ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റിൽ നിന്നും ഐ എന്ന് പറഞ്ഞാൽ അവിടെ ആരാ? വന്ദന ശിവ. ലേൺഡ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിൽ നമ്മൾ മാത്രമാണോ ഉള്ളത്? അല്ല, മനുഷ്യർ മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ? പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ചെടികളുണ്ട്. അപ്പോൾ മൊത്തം അടങ്ങിയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. അപ്പോൾ വന്ദന ശിവ പറയാണ് ആ ചിപ്കോ മൂവ്മെൻറ്റിൽ നിന്നും അവർ ബയോഡൈവേഴ്സിറ്റീനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ ബയോഡൈവേഴ്സിറ്റി ആ ഒരു ജൈവ വൈവിധ്യത്തിനനുസരിച്ചിട്ടുള്ള ലിവിങ് എക്കണോമിക്സ്, ഓരോ ഒരു ശ്രേണികളെ പറ്റിയിട്ടൊക്കെ പഠിച്ചു എന്ന് പറയാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ബോത്ത്, രണ്ടിനെയും എങ്ങനെ സംരക്ഷിക്കണം, ഹാസ് ബിക്കം മൈ ലൈഫ്സ് മിഷൻ. അങ്ങനെ അവർ കൂടുതലായിട്ട് ജൈവ വൈവിധ്യത്തെ പറ്റി പഠിച്ചപ്പോൾ, അവരുടെ ശ്രേണികളെ പറ്റി പഠിച്ചപ്പോൾ ഇതിനൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നതായി വന്ദന ശിവയുടെ ജീവിതത്തിൻ്റെ മിഷൻ. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആസ് ഐ ഡിസ്ക്രൈബ്ഡ് ഇൻ മൈ ബുക്ക്. അപ്പോൾ അവർ പറയാണ് അവരവരുടെ ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. ബുക്കിൻ്റെ പേരെന്താ? മോണോകൾച്ചേഴ്സ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞുള്ള ബുക്കിൽ ദ ഫെയിലിയർ ടു അണ്ടർസ്റ്റാൻഡ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സ് ഫങ്ഷൻസ് ഈസ് അറ്റ് ദ റൂട്ട് ഓഫ് ഇംപവറിഷ്മെൻറ്റ് ഓഫ് നേച്ചർ ആൻഡ് കൾച്ചർ. ആ ഒരു ബുക്കിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൈവ വൈവിധ്യത്തെ പറ്റിയിട്ടും ആ ജൈവ വൈവിധ്യത്തിലുള്ള ഓരോ ജീവജാലങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫങ്ഷനുകളെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ, ഫെയിലിയർ വരുമ്പോൾ, അതാണ് നമ്മുടെ നേച്ചർ, പ്രകൃതിയും നമ്മുടെ സംസ്കാരവും നാശമാവാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ അതിനൊരു പുരോഗതി ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കിതിനെപ്പറ്റി കൃത്യമായി ധാരണ ഇല്ലാതെ വരുമ്പോഴാണെന്നാണ് വന്ദന ശിവ പറയുന്നത്. അപ്പോൾ അതായത് അവർ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പരിസ്ഥിതിനെ പറ്റിയിട്ടും ജീവജാലങ്ങളെ പറ്റിയിട്ടും ജൈവ വൈവിധ്യങ്ങളെ പറ്റിയിട്ടും അവരുടെ ഫങ്ഷനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിവ് വേണം. അതുണ്ടാവാതെ വരുമ്പോഴാണ് നമ്മുടെ പ്രകൃതി നശിക്കാൻ കാരണമാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് അത് നാശത്തിനും കാരണമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ ലെസൺസ് ഐ ലേൺ അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. അവർ പറയാണ് അവർ പഠിച്ച പാഠങ്ങളാണ് പറയുന്നത്. എന്തിനെ പറ്റിയിട്ട്? ഡൈവേഴ്സിറ്റീനെ പറ്റിയിട്ട്, അതായത് വൈവിധ്യത്തിനെ പറ്റിയിട്ട്. ഒരെണ്ണമാണോ? ഒരുപാടെണ്ണം ഉണ്ട്, അതിനെയാണ് വൈവിധ്യം, ഡൈവേഴ്സിറ്റി എന്ന് പറയാം. ദ ലെസൺസ് ഐ ലേൺ അബൌട്ട് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ പറ്റി പഠിച്ചു. ഇൻ ദ ഹിമാലയൻ ഫോറസ്റ്റ്, ഹിമാലയൻ കാടുകളിൽ നിന്നാണ് അവർ ഈ വൈവിധ്യങ്ങളെ പറ്റി പഠിച്ചത്. അവർ പറയാണ് ഐ ട്രാൻസ്ഫേർഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൺ അവർ ഫാംസ്. അങ്ങനെ അവർ തുടങ്ങുന്നത് ആ ഒരു ഫാമുകളിലൊക്കെ അവർ ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാനായിട്ട് പ്രാപ്തരാക്കി മാറ്റുകയാണ്. ഐ സ്റ്റാർട്ടഡ് സേവിങ് സീഡ്സ് ഫ്രം ദ ഫാമേഴ്സ്. പല കർഷകരിൽ നിന്നും ഇങ്ങനെ വിത്തുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. അന്യം നിന്ന് പോവാതിരിക്കാൻ, എല്ലാ വൈവിധ്യവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കർഷകരിൽ നിന്നും വിത്തുകളൊക്കെ സേവ് ചെയ്യാനായിട്ട്, കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി.
and then realized we needed a farm for demonstration and training. അപ്പോൾ പിന്നെ അവർ മനസ്സിലാക്കുക ഇങ്ങനത്തെ ഇങ്ങനെ വിത്തിൻ്റെ ഇടയിൽ തന്നെ വൈവിധ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വേണം, അല്ലെങ്കിൽ കർഷകർക്കൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്ന് അവർ വിചാരിക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ വിത്തിനങ്ങളും നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. Thus, നവധാന്യ ഫാം വാസ് സ്റ്റാർട്ടഡ്. അതിന് വേണ്ടിയിട്ടാണ് നവധാന്യ ഫാം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് വർഷം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻ 1994 അവർ നവധാന്യ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ദ ഡൂൺ വാലിയിൽ ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ എലവേഷൻ ഹിമാലയൻ റീജിയൻ ഓഫ് ഉത്തരാഖണ്ഡ് പ്രൊവിൻസ്. അപ്പോൾ ആ ഹിമാലയൻ റീജിയൻ്റെ ആ ഒരു ഉത്തരാഖണ്ഡ് പ്രൊവിൻസിൻ്റെ ലോവർ റീജിയനിലാണ് അവർ നവധാന്യ ഫാം തുടങ്ങുന്നത്. അത് 1994 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൂൺ വാലി എന്നാണ് സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്. ടുഡേ, ഇന്ന്, വി കൺസേർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചു പോരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദന ശിവ നേതൃത്വം കൊടുക്കുന്ന ആ പ്രസ്ഥാനം നവധാന്യ ഫാം. ടുഡേ വി കൺസേർവ് ആൻഡ് ഗ്രോ 130 വെറൈറ്റീസ് ഓഫ് റൈസ്. 130 വെറൈറ്റി ഓഫ് അരിയുടെ തന്നെ വിത്തിനങ്ങളുണ്ട്, നെല്ലിൻ്റെ തന്നെ വിത്തിനങ്ങളുണ്ട്. 150 വെറൈറ്റി എന്തിൻ്റെ ഉണ്ട്? ഗോതമ്പിൻ്റെ, വീറ്റിൻ്റെ ഉണ്ട്. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് അതർ സ്പീഷീസ്. മറ്റുള്ളവരുടെയൊക്കെ 100 കണക്കിന് വൈവിധ്യങ്ങൾ അവർ സൂക്ഷിച്ചു പോരുന്നുണ്ട്. വെറും സൂക്ഷിക്കുക മാത്രമാണോ? അല്ല, അവർ കൃഷിയും ഇറക്കുന്നുണ്ട്. വി പ്രാക്ടീസ് ആൻഡ് പ്രൊമോട്ട്. അവർ പ്രാക്ടീസ് ചെയ്യുന്നതും അവർ പ്രൊമോട്ട് ചെയ്യുന്നതും എന്താണ്? ബയോഡൈവേഴ്സിറ്റിയാണ്, ഒരു ജൈവ വൈവിധ്യങ്ങളാണ്. ഇൻറ്റൻസീവ് ഫാം ഓഫ് ഫാമിങ്. അങ്ങനത്തെ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ഫോമാണ്. എല്ലാ വൈവിധ്യങ്ങളെയും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള, അതിൻ്റെ ഉൾക്കാമ്പ് അറിഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ഫോം ഓഫ് കൃഷി രീതിയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ദാറ്റ് പ്രൊഡ്യൂസസ് മോർ ഫുഡ്. അപ്പം കൂടുതൽ ധാന്യങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആൻഡ് ന്യൂട്രീഷൻ, അതോടൊപ്പം തന്നെ ന്യൂട്രീഷനും ഉണ്ടാവും പെർ ഏക്കർ കണക്കിന്. ദ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം ഈസ് ദെർഫോർ ഓൾസോ ദ ആൻസർ ടു ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്രൈസിസ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ പല കുട്ടികൾക്കും ശരിയായ രീതിയിൽ ന്യൂട്രീഷനോ കാര്യങ്ങളോ ഒന്നും, പോഷണക്കുറവ്, അതൊക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലും ഫാമിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ബയോഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം, ഭക്ഷണത്തിൻ്റെ ക്ഷാമം അല്ലെങ്കിൽ പോഷണക്കുറവ്, അതിനൊക്കെയുള്ള ഒരു വലിയൊരു ഉത്തരമാകുമെന്ന് പറയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. നവധാന്യ ദ മൂവ്മെൻറ്റ് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നവധാന്യ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് എന്തിനാണ്? ഇങ്ങനെയുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും ആൻഡ് ഓർഗാനിക് ഫാമിംഗ്, ജൈവ രീതിയിലുള്ള കൃഷി. ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒന്നും ഉപയോഗിക്കാതെ ജൈവികമായിട്ടുള്ള കൃഷി രീതി സ്റ്റാർട്ടഡ് ഇൻ 1987. അവർ വന്ദന ശിവ, ഇവിടെ എന്ന് പറയുന്നത് വന്ദന ശിവ, അവർ പറയാണ് 1987 തുടങ്ങിയതെങ്കിലും ഈസ് സ്പ്രെഡിങ്. ഇന്ന് അതിങ്ങനെ പരന്ന് പോവാണ്. സോ വി ഹാവ് വർക്ക്ഡ് വിത്ത് ഫാമേഴ്സ്. അപ്പം ഞങ്ങൾ മറ്റ് കർഷകരുമായി ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്യാണ്. ടു സെറ്റ് അപ്പ് മോർ ദാൻ 100 കമ്മ്യൂണിറ്റി സീഡ് ബാങ്ക്സ് അക്രോസ് ഇന്ത്യ. അങ്ങനെ ഒരു 100-ൽ പരം കമ്മ്യൂണിറ്റികളായിട്ട് മാറുകയാണ്. എന്തിൻ്റെ? സീഡിൻ്റെ മാത്രം, വിത്തിൻ്റെ മാത്രം ബാങ്ക് ഇന്ത്യയിൽ ചുറ്റും. ഓക്കെ, അതാണ് ചെയ്യാം. We also help farmers make a transition from fossil fuel and chemical-based monocultures to biodiverse ecological system nourished by the sun and soil. എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള എന്താ പറയുക, കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള ഇങ്ങനെ വിത്തുകൾക്കൊക്കെ അടിക്കുന്ന മരുന്നുകൾക്ക് പകരം കുറച്ചും കൂടെ പ്രകൃതിക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ജൈവമുള്ള രീതിയിലുള്ള മരുന്നുകളൊക്കെ യൂസ് ചെയ്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കാനും കൃഷിയെ സംരക്ഷിക്കാനും അങ്ങനെ സൂര്യനും അതുപോലെ തന്നെ മണ്ണിനും ഒക്കെ ഇഷ്ടമുള്ള രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രം യൂസ് ചെയ്യാനൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയാണ്.
ബയോഡൈവേഴ്സിറ്റി ഹാസ് ബീൻ മൈ ടീച്ചർ ഓഫ് എവിഡൻസ് ആൻഡ് ഫ്രീഡം. അവർ പറയാണ് ജൈവ വൈവിധ്യമാണ് എൻ്റെ ടീച്ചർ, എൻ്റെ അധ്യാപിക എന്ന് പറയുന്നത്. എന്തിൻ്റെ? ഓഫ് എവിഡൻസ്. ഒരുപാട് ഉണ്ട്, ഒരു ക്ഷാമം കൂടെ ഇല്ലാതെ ഉണ്ട്, ഫ്രീഡം ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യത്തിൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് എനിക്ക് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യമാണെന്നാണ് അവർ പറയുന്നത്. ഓഫ് കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ഗിവിങ്. അങ്ങനെ നമ്മളെന്നും നമ്മുടെ കൂടെ ഒരുപാട് പ്രകൃതിയിലെ വിഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ, എബുഡൻ്റായിട്ടെന്ന് പറഞ്ഞാൽ വളരെയധികമായിട്ട് ഉണ്ടാവണമെങ്കിൽ, നമുക്കതൊക്കെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബയോഡൈവേഴ്സിറ്റി വേണം. അതായത് ഒരു പ്രകൃതിയും നമ്മളുമായിട്ടൊരു കോപ്പറേഷൻ വേണം. നമ്മൾ അവരൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അപ്പം നമുക്ക് വേണ്ടതൊക്കെ അവർ തരും. അതുപോലെ തന്നെ മ്യൂച്വൽ ഗിവിങ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന അതേ സ്നേഹം അവർ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തരും. അതായത് പ്രകൃതിനെ വളരെയധികം നമ്മൾ സ്നേഹിക്കണം, സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് റൈറ്റ്സ് ഓഫ് നേച്ചർ ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്. ഗ്ലോബലായിട്ടെന്ന് പറയുമ്പോൾ അന്താരാഷ്ട്രപരമായിട്ട് എന്തൊക്കെ അവകാശങ്ങളാണ് പ്രകൃതിക്കുള്ളത്? നമ്മുടെ നേച്ചറിനും ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ നമുക്ക് അതിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. പ്രകൃതിക്കും അതിൻ്റേതായ അവകാശങ്ങളുണ്ടെന്നാണ് വന്ദന ശിവ പറയുന്നത്. ഈ ഒരു ഹെഡിങ്ങിൽ നമുക്ക് നോക്കാം. വെൻ നേച്ചർ ഈസ് എ ടീച്ചർ, നേച്ചർ ഒരു അധ്യാപികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടീച്ചറാണെങ്കിൽ, വി ക്രിയേറ്റ് വിത്ത് ഹെർ, നമ്മൾ അവരുമായിട്ട് ഒത്തുചേർന്ന് പോകണം. വി റെക്കഗ്നൈസ് ഹെർ ഏജൻസി ആൻഡ് ഹെർ റൈറ്റ്സ്, നമ്മൾ അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ദാറ്റ് ഇക്വഡോർ ഹാസ് റെക്കഗ്നൈസ്ഡ് ദ റൈറ്റ്സ് ഓഫ് നേച്ചർ ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ഇക്വഡോർ എന്ന് പറഞ്ഞ രാജ്യം അവരുടെ ഭരണഘടനയിൽ റൈറ്റ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ അവകാശങ്ങൾ എന്നും പറഞ്ഞിട്ട് കൂട്ടി ചേർത്തത്. ഇൻ ഏപ്രിൽ 2011 ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, ഏപ്രിൽ 2011 UN യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലി ഇൻസ്പയർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇക്വഡോർ, അവർക്ക് ഈ ഇക്വഡോറിൻ്റെ ഭരണഘടന കണ്ടപ്പോൾ ഭയങ്കര പ്രചോദനം വന്നു. അതുകൊണ്ട് അവർ ഓർഗനൈസ്ഡ് എ കോൺഫറൻസ്, ഒരു കോൺഫറൻസ് അവർ രൂപീകരിച്ചു. ഓൺ ഹാർമണി വിത്ത് നേച്ചർ, പ്രകൃതിനെ എങ്ങനെ സ്നേഹമായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ പരമായിട്ട്. ആസ് പാർട്ട് ഓഫ് സെലിബ്രേഷൻ ഓഫ് എർത്ത് ഡേ ഭൂമിയുടെ ദിനം, എർത്ത് ഡേയുടെ ഭാഗമായിട്ട് അവരങ്ങനെ ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചു. മച്ച് ഓഫ് ദ ഡിസ്കഷൻ സെൻറ്റേർഡ് ഓൺ വേസ് ടു ട്രാൻസ്ഫോം സിസ്റ്റംസ് ബേസ്ഡ് ഓൺ ഡൊമിനേഷൻ ഓഫ് പീപ്പിൾ ഓവർ നേച്ചർ. അതിൽ കൂടുതലും ഡിസ്കസ് ചെയ്തപ്പെട്ട മാറ്റർ എന്ന് പറയുന്നത്, ഇന്നും മനുഷ്യൻ പ്രകൃതിയുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്, ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡൊമിനേഷൻ സിസ്റ്റമാണ്. ആ ഒരു ഡൊമിനേഷൻ സിസ്റ്റത്തിനെ എങ്ങനെ മാറ്റാമെന്നതായിരുന്നു ചർച്ച. ഇപ്പോൾ ഒരു പ്രകൃതിയുടെ മേലെ മനുഷ്യൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ മേലെ പുരുഷൻ്റെ ആധിപത്യം പോലെയാണ്, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ മേലെ പണക്കാരൻ്റെ ആധിപത്യം പോലെയാണ്. അപ്പോൾ ആ രീതികളൊക്കെ മാറ്റിയിട്ട് എങ്ങനെ ഒരു മനുഷ്യന് പ്രകൃതിയുടെ മേലെയുള്ള ആധിപത്യം കുറയ്ക്കാമെന്നതായിരുന്നു ഡിസ്കഷൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ UN സെക്രട്ടറി ജനറൽ റിപ്പോർട്ട്, UN സെക്രട്ടറി ജനറലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഹാർമണി വിത്ത് നേച്ചർ ഇഷ്യൂഡ് ഇൻ കൺജക്ഷൻ വിത്ത് ദ കോൺഫറൻസ് എലാബറേറ്റ്സ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റീകണക്റ്റിംഗ് വിത്ത് നേച്ചർ. ആ ഒരു ഡിസ്കഷനിൽ, കോൺഫറൻസിൽ അടിവരയിട്ട് പറഞ്ഞു, പലർക്കും പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നു, മനുഷ്യന് അതുകൊണ്ട് പ്രകൃതിയുമായിട്ട് റീകണക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. അൾട്ടിമേറ്റ്ലി എൻവിറോൺമെൻ്റലി ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഈസ് എ റിസൾട്ട് ഓഫ് ഫെയിലിയർ ടു റെക്കഗ്നൈസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ആൻ ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് നേച്ചർ. പക്ഷേ പ്രകൃതി ഇവിടെ പലപ്പോഴും പരിസ്ഥിതി നശിക്കുകയാണ്. ആ ഒരു നാശം, ആ ഒരു സ്വഭാവത്തിലേക്ക് പ്രകൃതി എത്തുകയാണ്. അതിന് കാരണം എന്താണ്? ഹ്യൂമൻ ബീങ്സ്, മനുഷ്യൻ തിരിച്ചറിയണം, മനുഷ്യന് പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യൻ പ്രകൃതിനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കാതെ വരുമ്പോഴാണ് അത് മനുഷ്യൻ്റെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നാശത്തിന് കാരണമാണത്. Human beings are an inseparable part of nature and that we cannot damage it without severely damaging ourselves. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ പ്രകൃതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ത് തന്നെയാണ്? നമ്മളെ തന്നെ സ്വയം നശിപ്പിക്കുക എന്നാണ്. സെപ്പറേറ്റിസം ഈസ് ഇൻഡീഡ് അറ്റ് ദ റൂട്ട് ഓഫ് ഡിസാർമണി വിത്ത് നേച്ചർ. സെപ്പറേഷൻ വരുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രകൃതിനും മനുഷ്യനും. അങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് കാണുമ്പോഴാണ് അവിടെ ഡിസാർമണി വരുന്നത്. ആൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് ദ നേച്ചർ ആൻഡ് പീപ്പിൾ, അവർ വയലൻസും കാര്യങ്ങളൊക്കെ.
As the prominent South African environmentalist Konak Kalikan points out, apartheid means separatedness. വേർതിരിച്ച് കാണുമ്പോഴാണ് അവിടെ നാശത്തിന് കാരണമാകുന്നത്. ദ വേൾഡ് ജോയിൻ ദ ആൻറ്റി, അതേസമയം അവിടെ എന്താ പറയുന്നത്, വേൾഡ് ജോയിൻ ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, the world joined the anti-apartheid movement to end the violent separation of people. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷനായിട്ട് നമ്മൾ കാണുക, മനുഷ്യൻ വേറെയാണ് പ്രകൃതി വേറെയാണ് എന്ന് കാണുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യണം, ലോകം മൊത്തം ജോയിൻ ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു സെപ്പറേഷൻ അവിടെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. ടുഡേ വി നീഡ് ടു ഓവർകം ദ വൈഡർ ആൻഡ് ഡീപ്പർ അപ്പാർത്തൈഡ് ആൻഡ് എക്കോ apartheid based on the illusion of separateness of humans from nature in our minds and life. ഹ്യൂമൻ ബീയിങ്സും മനുഷ്യനും പ്രകൃതിയും രണ്ടാണെന്നുള്ള ചിന്താഗതി മാറ്റി നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം. ജസ്റ്റ് അത്രയൊരു പോയിൻ്റ് ഇന്നുള്ളോട്ട്, അതിൽ ആ ഒരു പോയിൻ്റ് മാത്രം അവിടെ പഠിച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ദ ഡെഡ് എർത്ത് വേൾഡ് വൈഡ്. ഡെഡ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ച ഭൂമി, ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഒരു വേൾഡ് വ്യൂ. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ, മൊത്തം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലോട് നോക്കുമ്പോൾ മരിച്ചു പോയൊരു ഭൂമി. ദ വാർ അഗെയിൻസ്റ്റ് ദ എർത്ത് ബിഗാൻ വിത്ത് ദിസ് ഐഡിയ ഓഫ് സെപ്പറേറ്റ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനും പ്രകൃതിയും രണ്ടാണ്. ആ ഒരു സെപ്പറേറ്റ്നെസ് എന്ന് പറഞ്ഞ ആശയം വന്നപ്പോഴാണ് ഭൂമിക്കെതിരായിട്ടുള്ള യുദ്ധം, ഭൂമിയിൽ ജയിക്കാനായിട്ട് മനുഷ്യൻ നോക്കുക, അല്ലെങ്കിൽ ഭൂമിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങുന്നത് എപ്പോഴാണ്, മനുഷ്യനും പ്രകൃതിയും രണ്ടാണെന്ന് മനുഷ്യൻ ആ ഒരു സെപ്പറേറ്റഡ്നെസ് അവൻ്റെ മനസ്സിൽ തോന്നിയപ്പോഴാണ് മനുഷ്യനെതിരായിട്ടുള്ള പ്രകൃതിക്കെതിരായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ എർത്തിനെതിരായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത്. ദ കണ്ടംപററി സീഡ്സ് ആർ സോൺ വെൻ ദ ലിവിങ് എർത്ത് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡെഡ് മാറ്റർ. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഭൂമി എന്തായിട്ട് മാറി, ഒരു ശവപ്പറമ്പ് അല്ലെങ്കിൽ ഡെഡ് മാറ്റർ ആയിട്ട് മാറി. ടു ഫെസിലിറ്റേറ്റ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്തിനു വേണ്ടി മാത്രമാണ്, വ്യാവസായിക വിപ്ലവത്തിന് വേണ്ടി മാത്രം. അപ്പോൾ വ്യാവസായിക വിപ്ലവം വേണം, കുറേ ഫാക്ടറീസ്, കുറേ മെഷീൻസ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭൂമിനെ ഒരു ഡെഡ് എർത്താക്കി മാറ്റുകയാണ്. മോണോകൾച്ചേഴ്സ്, ഇനി മോണോകൾച്ചേഴ്സിൻ്റെ കാര്യം. മോണോകൾച്ചേഴ്സ് റീപ്ലേസ്ഡ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വൈവിധ്യമാണ്. മോണോകൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കൾച്ചർ, അതായത് ആധുനിക മനുഷ്യൻ്റെ ഒറ്റ കൾച്ചർ, വേറെ ഒന്നിനും അവിടെ സ്ഥാനമില്ല. അങ്ങനെ മോണോകൾച്ചേഴ്സ് വന്നു എന്തിന് പകരം, വൈവിധ്യത്തിന് പകരം. റോ മെറ്റീരിയൽസ് ആൻഡ് ഡെഡ് മാറ്റർ. അപ്പോൾ അവിടെ എന്താ മൊത്തം കാണാൻ പറ്റുക, റോ മെറ്റീരിയൽസ് ആൻഡ് ഡെഡ് മാറ്റർ റീപ്ലേസ്ഡ് എ വൈബ്രൻ്റ് എർത്ത്. അത്ര നാളും നല്ല ജീവനുണ്ടായിരുന്ന ഭൂമി, ഒരുപാട് പക്ഷികളും മൃഗങ്ങളും സസ്യജാലങ്ങളും ഉണ്ടായിട്ട് ജൈവ വൈവിധ്യം ഉണ്ടായിരുന്ന ആ ഒരു ജീവനുള്ള ഭൂമിക്ക് പകരം അവിടെ ഈ മിഷ്യന് വേണ്ടതും അല്ലെങ്കിൽ വ്യാവസായിക ശാലകൾക്ക് വേണ്ട റോ മെറ്റീരിയൽസും വെറും ശവമായിട്ടുള്ള മാറ്ററുകളും മാത്രമായിട്ട് മാറി. ടെറ നള്ളിലെസ് എന്ന് പറഞ്ഞാൽ എന്താ, എംറ്റി ലാൻഡ്, ഒന്നുമില്ലാത്ത തരിശുഭൂമി. റെഡി ഫോർ ഓക്യുപ്പേഷൻ റിഗാർഡ്ലെസ് ഓഫ് പ്രസൻസ് ഓഫ് ഇൻഡീനിയസ് പീപ്പിൾ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം അവിടെ, പക്ഷെ അവിടെ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങളില്ല. അങ്ങനെയുള്ള ഒരു എംറ്റി ലാൻഡായിട്ട് ഭൂമി മാറി. എംറ്റി ലാൻഡിനെയാണ് എന്തെന്ന് പറയുക, ടെറ നള്ളിനെസ്. റീപ്ലേസ് ദ ടെറാമാൻഡ്ര എന്ന് പറഞ്ഞാൽ മദർ എർത്ത്. അത്ര നാളും ഭൂമി അമ്മയായിരുന്നു, ആ ഭൂമിയായിട്ടുള്ള അമ്മ, അതായത് മദർ എർത്ത് എന്ന് പറഞ്ഞാൽ ടെറാമാൻഡ്രയ്ക്ക് പകരം പിന്നെന്തായിട്ട് മാറി, ടെറ നള്ളിലെസ്, ദ എംറ്റി ലാൻഡായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദിസ് ഫിലോസഫി, ഈ ഒരു തത്വചിന്ത ഗോസ് ബാക്ക് ടു ഫ്രാൻസിസ് ബേക്കൺ. നമുക്കറിയാം, ഭയങ്കര എഴുത്തുകാരനാണ്. ഈ ഒരു തത്വചിന്ത ഫ്രാൻസിസ് ബേക്കൻ്റെ കാലത്തോളം പോകുന്നു പറയാണ്. കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ബേക്കൻ്റെ. who said that science and inventions that result do not merely accept a gentle guidance over nature's course, they have the power to conquer and subdue her, to shake her to her foundations. അപ്പോൾ ഒരിക്കൽ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് ഓർക്കുകയാണ്. ഫ്രാൻസിസ് ബേക്കണെയാണ് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയുകയാണ്. അദ്ദേഹം ഒരു വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്,
ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളൊക്കെ എന്ന് പറയുന്നത് പ്രകൃതിനെ നമുക്ക് കൂടുതൽ ഗുണങ്ങൾ, പ്രകൃതിയല്ല, ശാസ്ത്രം നമ്മൾ പുരോഗമിക്കുക, അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വഴി നമുക്ക് കൂടുതൽ മനുഷ്യന് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കാം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പ്രകൃതിയിൽ നമുക്കൊരു വഴികാട്ടിയാവും, പരിസ്ഥിതിനെ പറ്റി അറിയാൻ നമുക്കൊരു വഴികാട്ടിയാവും. പക്ഷെ അതോടൊപ്പം തന്നെ ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും കൂടുമ്പോൾ നമ്മുടെ പ്രകൃതിനെ, നമ്മുടെ ഭൂമിയെ അടിമയാക്കാനും തുടങ്ങും, അല്ലെങ്കിൽ കീഴടക്കാനും തുടങ്ങും. താഴെ തട്ടിലേക്ക് അവളെ കൊണ്ടുപോകാനും തുടങ്ങും. അത് ഭൂമിയെ അടിത്തറയ്ക്ക് ഇളക്കമുണ്ടാക്കുമെന്നും ആര് പറഞ്ഞിട്ടുണ്ട്? ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോക്കുക. ഇനി അടുത്തൊരു ടോപ്പിക്ക് വാട്ട് നേച്ചർ ടീച്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.